എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എത്ര വലിപ്പമുണ്ട്? ഇന്ന് നമ്മൾ റിയുഹോ ഒക്കാവയുടെ വലുതായി ചിന്തിക്കൂ എന്ന പുസ്തകത്തിലെ ആശയങ്ങളിലൂടെ നമ്മുടെ അഭിലാഷങ്ങളെയും നേട്ടങ്ങളെയും എങ്ങനെ വലുതാക്കാം എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ ലളിതമായ പക്ഷേ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ചിന്തകളുടെ വലുപ്പം എത്രയാണോ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെയും വലുപ്പം. ഈ ഒരു കിടിലൻ ഉദാഹരണത്തോടെ നമുക്ക് തുടങ്ങിയാലോ? ഒരു വലിയ കെട്ടിടം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അതിനൊരു ബ്ലൂ പ്രിന്റ്, അതായത് ഒരു രൂപരേഖയുണ്ട്. ആ രൂപരേഖ എന്താണെന്നല്ലേ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ശരി, അപ്പൊ നമ്മുടെ ചിന്തകളുടെ ആ പരിമിതികളെ പൊട്ടിച്ച് പുതിയ സാധ്യതകളിലേക്ക് എങ്ങനെ എത്താം? അതിനായി ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. ഓക്കെ, അപ്പോ ആദ്യത്തെ പോയിന്റ്. നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നത് നമ്മൾ മാത്രമല്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ചില അദൃശ്യ ശക്തികൾ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം തീരുമാനിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. നോക്കൂ, ഈ പുസ്തകം 2 തരം ചിന്താരീതികളെയാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒന്ന്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേത്. അവിടെ ആരെങ്കിലും ഒരൽപ്പം വേറിട്ട് നിന്നാൽ അസൂയ കാരണം അവരെ താഴേക്ക് വലിച്ചിടും. എന്നാൽ അമേരിക്കയിലോ? അവിടെ വലുതായി ചിന്തിക്കുന്നത് ഒരാഘോഷമാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചിന്തകൾ വെറും ചിന്തകളല്ല. വർഷങ്ങളായി നിങ്ങൾ മനസ്സിലിട്ട് നടക്കുന്ന ആ ആശയങ്ങളില്ലേ, അവയാണ് നിങ്ങളുടെ ഭാവിയുടെ കട്ടിയും സിമന്റുമൊക്കെ. ശരി, അപ്പോ ഈ മാനസിക രൂപരേഖയൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ നേട്ടങ്ങളായി മാറുന്നത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇതാണ് ഇതിലെ അടിസ്ഥാന തത്വം. നിങ്ങൾ ചെറുതായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റിസൾട്ടും ചെറുതായിരിക്കും. അത്രയുള്ളൂ. നിങ്ങളുടെ അഭിലാഷങ്ങളുടെ വലുപ്പം തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ സീലിംഗ് നിശ്ചയിക്കുന്നത്. ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം ഒരു 15,000 കോപ്പി വിറ്റുപോയപ്പോ പ്രസാധകന് ഭയങ്കര സന്തോഷം. അവരത് ഒരു വമ്പൻ വിജയമായിട്ടാണ് കണ്ടത്. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. ഗ്രന്ഥകർത്താവിന് ഒരു തൃപ്തിയും തോന്നിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലെ വിജയത്തിന്റെ കണക്ക് വെറും 15,000 ആയിരുന്നില്ല. അത് 1 മില്യൺ, അതായത് 10 ലക്ഷം കോപ്പികളായിരുന്നു. ഇവിടെയാണ് ആ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നത്. കഴിവുള്ള പരുന്ത് നഖങ്ങൾ ഒളിപ്പിക്കുന്നു എന്നൊരു ജാപ്പനീസ് ചൊല്ലുണ്ട്. അതായത്, കഴിവുണ്ടെങ്കിലും ഒരു ശരാശരിയായി നടിക്കുന്നത് ഒരു നല്ല ഗുണമായിട്ടാണ് അവിടെ പലരും കാണുന്നത്. അങ്ങനെയുള്ള ഒരിടത്ത് 10 ലക്ഷം കോപ്പികൾ സ്വപ്നം കാണുന്നത് അഭിലാഷമല്ല, ഒരു തരം അഹങ്കാരമായിട്ടേ തോന്നൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഏറ്റവും കഴിവുള്ള ആളുകൾ പോലും പലപ്പോഴും വീണുപോകുന്ന ഒരു കെണി. എന്താണത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഏറ്റവും മിടുക്കരായ ആളുകൾക്ക് പലപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതി വരുന്നത്? അതിനൊരു വിചിത്രമായ കാരണമുണ്ട്. ഇതൊരു തരം ഡിഫൻസ് മെക്കാനിസമാണ്. എനിക്ക് പരീക്ഷ മോശമായിരുന്നു എന്നൊക്കെ ആദ്യമേ പറഞ്ഞുവെക്കും. എന്തിനാണെന്നോ? നിരാശ ഒഴിവാക്കാൻ. പിന്നെ പ്രതീക്ഷിച്ചതിലും നല്ല റിസൾട്ട് വരുമ്പോ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ ഇതിലൊരു വലിയ അപകടമുണ്ട്. ഈ ശീലം വലുതാകുമ്പോഴും കൂടെയുണ്ടാകും. ജീവിതത്തിൽ എപ്പോഴും ചെറിയ ലക്ഷ്യങ്ങൾ വെക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ ഈ കെണിയിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു കിടന്നു വലുതായി ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് ഗുണം? വെറുതെ പണമുണ്ടാക്കാനാണോ? അല്ല, അതിനപ്പുറം ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വലുതായി ചിന്തിക്കുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. നിങ്ങളുടെ കഴിവുകൾ മുഴുവനായി ഉപയോഗിക്കുക. വിജയിക്കുന്നതിൽ ഒരു കുറ്റബോധവും വേണ്ട. പക്ഷേ ഏറ്റവും പ്രധാനമായി ആ വിജയത്തിന്റെ ഫലങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ളൊരു കടമയുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. ഇതാണ് അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. നിങ്ങൾ എത്രത്തോളം വിജയിക്കുന്നു അത്രയും വലിയൊരു സഹായം നിങ്ങൾക്ക് ലോകത്തിന് തിരികെ നൽകാൻ കഴിയും. ജോൺ ഡി റോക്ക്ഫെല്ലറെ പോലുള്ള വലിയ മനുഷ്യസ്നേഹികളെപ്പോലെ നമ്മുടെ വിജയം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഉപകരണമായി മാറണം. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനത്തെ, ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു ചിന്തയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപരേഖയുടെ ഒരു ഫൈനൽ ടെസ്റ്റാണിത്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. സ്വർഗത്തിലേക്കുള്ള താക്കോൽ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയെന്നതിലല്ല, മറിച്ച് നിങ്ങൾ എന്തൊക്കെ നേടിയെന്നതിലാണ്. ഇതൊരു വലിയ മാറ്റമാണ്. ജീവിതമെന്നത് പരാജയങ്ങളെ പേടിച്ച് ഒളിച്ചിരിക്കാനുള്ളതല്ല, മറിച്ച് എന്തെങ്കിലും സൃഷ്ടിക്കാനും നേടാനുമുള്ളതാണ്. അതുകൊണ്ട് അവസാനം നമ്മളെ കാത്തിരിക്കുന്നത് ഈയൊരു ചോദ്യമാണ്:
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെന്ത് നേടാൻ കഴിഞ്ഞു എന്ന്. നിങ്ങൾ എന്തൊഴിവാക്കി എന്നതിലല്ല, എന്ത് നേടി എന്നതിലാണ് കാര്യം. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ലക്ഷ്യമെന്തായിരിക്കും?